ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഒരു വേണു. ഞാൻ യൂണിക് മാത്സിൽ നിന്നാണ്. നിങ്ങൾ പുതിയതായിട്ട് കേട്ടിട്ടുണ്ടാവും, നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് ഇപ്പം ഹെൽത്ത് മേഖലയിലാണ്. പുതിയ പുതിയ ഹോസ്പിറ്റൽസ്, ഇത് നിലവിലുള്ള ഹോസ്പിറ്റൽസ് തന്നെ, അതിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. അത് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോൾ വരുന്നത് അമേരിക്ക അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇനിയുള്ള കാലത്ത് മെഡിക്കൽ എന്നുള്ളത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് വരാൻ പോവാണ്. നമ്മുടെ രാജ്യത്താണ് ഏറ്റവും കമ്പാരിറ്റീവ് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് കുറച്ച് മെഡിക്കൽ എക്സ്പെൻസ് കുറവാണ്. അതുകൊണ്ടാണ് പല വിദേശ രാജ്യങ്ങളിലും നമ്മുടെ സ്ഥലത്ത് വന്ന് അവര് ചികിത്സിച്ചിട്ട് റിട്ടേൺ പോകുന്നു. പക്ഷെ ഇനിയുള്ള കാലത്ത് അത് തിരിച്ചായിരിക്കും. അത്ര എക്സ്പെൻസീവ്, നമ്മുടെ രാജ്യം എക്സ്പെൻസീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോൾ അതനുസരിച്ച് അവർക്ക് റിട്ടേൺ വേണ്ടി വരും. സ്വാഭാവികമായിട്ട് അവരും പലതിന്റെ റേറ്റ് കൂടാൻ ആവശ്യപ്പെടും. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അതിന് കൂട്ടാൻ വേണ്ടി നിർബന്ധിതരാകും. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും ഇതിനോട് അനുബന്ധിച്ച് വരുന്നുണ്ട് അല്ലേ? നിങ്ങൾക്ക് തന്നെ ആലോചിച്ചറിയാൻ പറ്റും. അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി രണ്ട് ഓപ്ഷനാണ് നമുക്ക് ഇതിനകത്ത് പറഞ്ഞു തരാനുള്ളത്. ഒന്ന്, നമ്മൾ നല്ലൊരു മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുക. നമ്മുടെ വീട്ടിലുള്ള എല്ലാവരെയും കവർ ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുക. അതിന്റെ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും വായിച്ചു നോക്കി തന്നെ എടുക്കുക. ക്യാഷ്ലെസ് ആണോ, നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ ഇതൊക്കെ അവൈലബിൾ ആണോ ഇത് നോക്കിയിട്ട് എടുക്കുക. രണ്ടാമത്തെ, നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന മാറ്റുകൾ, വീടിന്റെ അകത്ത് ഉപയോഗിക്കുന്ന മാറ്റുകൾ, വീടിന്റെ അകത്ത് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ, അതൊക്കെ മാക്സിമം ആന്റി സ്കിഡ് ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ടാണോ യൂസ് ചെയ്തിരിക്കണം എന്നുള്ളത് നോക്കുക. എത്രത്തോളം നമ്മൾ ഈ ഇൻഷുറൻസിന്റെ അത്ര ഇമ്പോർട്ടന്റ് ഉണ്ടോ അത്രയും തന്നെ ഇതാണ്. കാരണം ആക്സിഡന്റ് ഉണ്ടാകുന്ന വഴികളെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാ വീടുകളിലും നിങ്ങൾക്കറിയാം മൊസൈക്ക് അല്ലെങ്കിൽ ടൈൽസ് ആണ്. ഇല്ലാത്ത വീടുകളില്ല, വളരെ കുറച്ചേ ഉള്ളൂ. അപ്പൊ ആ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ടൈൽസിന്റെ മുകളിൽ ഇടുന്ന മാറ്റുകളൊക്കെ ആന്റി സ്കിഡ് മെറ്റീരിയൽ വെച്ചെല്ലാം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് സ്കിഡ് ചെയ്യാനുള്ള സാധ്യതയും അതിനോടനുബന്ധിച്ച് താഴത്ത് വീണ് നമ്മൾ ആക്സിഡന്റ് ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് അല്ലെ? എത്ര നമ്മൾ നോക്കിയാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് ആന്റി സ്കിഡ് ആയിട്ടുള്ള ഇതുപോലത്തെ മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള മാറ്റുകൾ നല്ല ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇതാണ് ആന്റി സ്കിഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. മോൾ ഭാഗം കയറും, താഴത്ത് ആന്റി സ്കിഡ് ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ച് യൂസ് ചെയ്തിരിക്കുകയാണ്. ഇത് ഒരു കാരണവശാലും ഫ്ലോറിൽ ഇട്ടാൽ സ്കിഡ് ആകുക ഒന്നും ചെയ്യില്ല. അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക, വീട്ടിൽ ഉപയോഗിക്കുന്ന മാറ്റുകൾ അല്ലെങ്കിൽ മറ്റുള്ള മെറ്റീരിയൽ ഏതാണെങ്കിലും ആന്റി സ്കിഡ് അങ്ങനെയുള്ള മെറ്റീരിയൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇനിയുള്ള കാലത്ത് മെഡിക്കൽ എക്സ്പെൻസിന്റെ കാര്യം മനസ്സിലുണ്ടാകണം. ഇത് വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്. താങ്ക് യു.